എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖസമൃദ്ധി സമ്പന്നമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ഇന്നേ ദിനവും വരുന്നതായ എല്ലാ ദിനവും അത്തരത്തിലായിത്തീരുവാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടുള്ള പരിണത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായി നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒരു വാഹനമുള്ള വ്യക്തി തീർച്ചയായിട്ടും വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഓടിക്കുന്ന വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വാഹനത്തിൻ്റെ അനുപാതികമായ ഏത് വാഹനമാണോ ഓടിക്കുന്നത് അതിനനുസരിച്ചുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ്. മറ്റു രേഖകളും അത്യാവശ്യമാണ്. എങ്കിൽ തന്നെ വാഹനത്തിന് ഇൻഷുറൻസും അതോടൊപ്പം ഓടിക്കുന്ന ആൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസും കമ്പൽസറിയാണ്, എടുക്കേണ്ടതുമാണ്. പലപ്പോഴും അത് എക്സ്പയറി ഡേറ്റ് അറിയാതെ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ എടുക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ അലസത കാണിക്കുകയോ അതിൻ്റേതായ സീരിയസ് പലർക്കും അറിയാത്തതും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സാമ്പത്തിക ക്ലേശം, പെനാൽറ്റി, പോലീസ് പിടിക്കൽ, വണ്ടി പോലീസ് സ്റ്റേഷനിൽ വയ്ക്കുക, അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നമ്മളുടെ അശ്രദ്ധ കൊണ്ടാകണമെന്നില്ല, മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടോ റോഡിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, പല തകരാറുകൾ കൊണ്ടുണ്ടാകുന്ന അതിനോടുണ്ടാകുന്ന സാമ്പത്തിക ക്ലേശം, ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലൂടെ പലരും കടന്നു പോകുന്നതായിട്ട് നമ്മളുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇല്ലാതിരിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിൽ സാമ്പത്തിക ക്ലേശങ്ങളോ പെനാൽറ്റിയോ ഫൈനും മറ്റു കാര്യങ്ങളോ ഒഴിവാക്കപ്പെടുന്നതിന് പ്രോപ്പറായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക, അത് എക്സ്പയർ ആവുന്നതിന് മുന്നേ പുതുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വാഹനത്തിന് നല്ല ഇൻഷുറൻസ് ഏത് കവറാണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ എക്സ്പയർ ആകുമ്പോൾ അത് ചെയ്യുക, പൊല്യൂഷൻ ചെക്ക് ചെയ്യുക, അതിനനുസരിച്ച് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, പിന്നെ ശ്രദ്ധിച്ച് ഓടിക്കുക, അത്രയും കാര്യങ്ങൾ, ഹെൽമെറ്റ് വെക്കേണ്ടത് അങ്ങനെ ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഇടേണ്ടവർ അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സുരക്ഷിതമായ ഒരു ഡ്രൈവിംഗ് എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാഹനത്തിൻ്റെ ഇൻഷുറൻസിനോടൊപ്പം പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസും ആക്സിഡൻറ്റ് പോളിസികളും എടുത്തു വയ്ക്കുക എന്നുള്ളത്. കാരണം ഒരു ആക്സിഡൻറ്റ് പറ്റി ക്ലെയിം ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് കാലതാമസം വരികയും നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ കവർ ചെയ്യുന്നതിന് പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയോടൊപ്പം തന്നെ എടുത്തു വയ്ക്കേണ്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പലരും പിന്നീട് വയ്ക്കുകയും അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നത്തിനെ ഫേസ് ചെയ്യുമ്പോഴാണ് അത് എടുത്ത് വയ്ക്കണമായിരുന്നു എന്ന് നമ്മളെയൊക്കെ പലരും അറിയിക്കാറുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞു പോകും. അതായത് ആക്സിഡൻറ്റ് പറ്റുന്നതിനേക്ക് മുമ്പ് ആവശ്യമില്ലാത്ത സമയത്ത് എടുത്തു വെച്ചുകൊണ്ട് ആവശ്യവേണ്ട സമയത്തിനേക്ക് ഇതുപോലെ ഒരു സ്റ്റെപ്പിന് വെക്കുന്നത് പഞ്ചറായി അവിടെയും കിടക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിലേക്ക് വേണ്ടി ഉണ്ടാകുന്ന തടസ്സത്തിലേക്ക് പഞ്ചറാകുക, അതല്ലെങ്കിൽ എയർ പോകുക, നിലവിലുള്ള ടയർ വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ടയർ വാങ്ങിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റൊന്ന് കണ്ടെത്തിക്കൊണ്ട് പോകാതിരിക്കേണ്ട ഒരു ഗതികേടിനെ നമ്മൾ ഓവർകം ചെയ്യുന്നതിനാണ് നമ്മളൊരു സ്റ്റെപ്പിന് വാഹനത്തിൽ കരുതി വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഷുറൻസ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസും പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസികളും അത്യാവശ്യം എല്ലാവരും എടുത്തു വെച്ചുകൊണ്ട് വ്യക്തി ജീവിതവും ആ വ്യക്തിനെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുടെ ഡിപ്പെൻഡേഴ്സ് ആയിട്ടുള്ള ഫാമിലി ജീവിതവും സാമ്പത്തിക ക്ലേശത്തിലേക്ക് പോകാതെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടാതെ, ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്ന വർഷം ആർക്കും വരാതിരിക്കട്ടെ, വേണ്ടി വരുന്ന വർഷം അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സാമ്പത്തിക ക്ലേശം, അരക്ഷിതാവസ്ഥ, ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരിക, ബാധ്യത ഒക്കെ വരുന്നത് പരിഹരിക്കുന്നതിലേക്ക് എല്ലാവരും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസുകളും ബാബു പണിക്കശ്ശേരി എന്ന ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതാത് സമയം നിങ്ങളിലേക്ക് എത്തുമായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.